തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയ മാസമാണ്. നമ്മളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഒരാളോട് എനിക്കൊരു പ്രത്യേക അസൂയ തോന്നാറുണ്ട്. അത് വേറെ ആരുമല്ല, നല്ല കള്ളനാണ്. നല്ല കള്ളൻ ഈശോയുടെ കൂടെ കുരിശിൽ തറക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല കള്ളൻ കർത്താവിനോട് പറയും, കർത്താവേ, നീ നിൻ്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഇപ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്, മകനെ, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ആ കള്ളൻ അത്രയും നാൾ ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അയാൾ നടത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മോഷണം ഈ അവസാന നിമിഷത്തിലാണ്. അതായത് അയാളുടെ മാസ്റ്റർ പീസ് മോഷണം എന്നൊക്കെ നമുക്ക് പറയാം. വേറൊന്നുമല്ല, കർത്താവിൻ്റെ ഹൃദയം അയാൾ മോഷ്ടിച്ചെടുക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയം മറവിയുള്ള ഹൃദയമാണ്. തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ്, മറവിയുള്ള ഹൃദയമാണ്. കാരണം അതുവരെ ആ കള്ളൻ ചെയ്തതൊന്നും കർത്താവ് ഓർമ്മിക്കുന്നില്ല. അയാൾ എന്തായിരുന്നു, അയാൾ എന്തൊക്കെയാണ് ചെയ്തത്, ഒന്നും കർത്താവ് ഓർക്കുന്നില്ല. കർത്താവ് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മകനെ, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ഈ ഒരു മറവി നമുക്ക് വേണമെന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ മറവി അനുഗ്രഹമാണ്. അപ്പോൾ മറവിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവട്ടെ. അത് സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന മറവിയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെയാണ്, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. പുതിയ സ്നേഹം ഓരോ പ്രഭാതത്തിലും ഉണ്ടാകണം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പല മനുഷ്യരാണ്, പല ഇടങ്ങളിൽ നിന്ന് വന്നവരാണ്, പല കാഴ്ചകളുള്ളവരാണ്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഒരേ കാഴ്ചപ്പാടുകളുള്ളവരായിട്ട് മാറണം. പല കാഴ്ചകളിൽ നിന്ന് ഒരേ കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറണം. അപ്പോൾ ക്ഷമിക്കാൻ പറ്റണം, സ്നേഹിക്കാൻ പറ്റണം, മറ്റുള്ളവരെ കേൾക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമായിത്തീരുന്നത്, ക്ഷമിക്കുന്ന ഹൃദയമായിത്തീരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ കയ്യിലൊരു മുറിവ് പറ്റിയെന്ന് വിചാരിക്കാം. നമ്മളെന്താണ് ചെയ്യുക? നമ്മൾ ഇന്ന് തന്നെ വെച്ച് കെട്ടും. ഇന്ന് തന്നെ വെച്ച് കെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നുള്ളതാണ്. ഇന്ന് വെച്ച് കെട്ടുന്നില്ലെങ്കിലോ, നാളെയാണെങ്കിലോ ഉണങ്ങാൻ കുറച്ചും കൂടിയൊക്കെ സമയമെടുക്കും. നാളെയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെച്ച് കെട്ടുന്നതെങ്കിലോ കുറച്ചുകൂടി സമയമെടുക്കും. വെച്ച് കെട്ടുന്നില്ലെങ്കിലോ ആ മുറിവ് അവിടെ ഇരുന്ന് പഴുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് പ്രശ്നമുണ്ടായി ഇന്ന് തന്നെ തീർക്കുക. നാളത്തേക്ക് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെച്ച് കെട്ടാൻ വൈകുന്തോറും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റണം. ഇടയ്ക്കൊക്കെ കർത്താവ് പറഞ്ഞ പോലെ മറക്കാൻ പറ്റണം. മറക്കാൻ പറ്റിയാലാണ് ക്ഷമിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മലയാളത്തിൽ ക്ഷമിക്കുക എന്ന വാക്കിന് മറ്റൊരു അർത്ഥഭേദമുണ്ട്, പൊറുക്കുക എന്നാണ്. പൊറുക്കുക എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്, മുറിവ് ഉണങ്ങുക എന്നാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ചില മുറിവുകൾ ഉണങ്ങണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അപ്പോൾ ക്ഷമിക്കുന്ന മനുഷ്യരായി, മറവിയുള്ള മനുഷ്യരായി, ചില തെറ്റുകൾ, ചില മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥകൾ, നമ്മളെത്ര കൂടെ നിൽക്കണമെന്നും ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ കൂടെ നിൽക്കാത്ത അവസ്ഥകൾ, ഇതിലൊക്കെ മനഃപൂർവ്വം മറക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തിരുഹൃദയത്തെ പോലെ മറവിയുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ.